പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാൾക്കൊപ്പമുള്ള കെ ശൈലജയുടെ ചിത്രം അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. അതേസമയം ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന കെ ശൈലജ ഇതിനകം വിശദീകരിച്ചിട്ടുമുണ്ട്. മറ്റു പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് സ്ഫോടനത്തിൽപ്പെട്ടത്. തന്റെ കൂടെ പലരും ഫോട്ടോ എടുക്കാറുണ്ടെന്നും ഫോട്ടോ എടുക്കാൻ വരുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കാനാകില്ലെന്നും കെ ശൈലജ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ എല്ലാ പാർട്ടി അണികളിലും ചിലപ്പോൾ ശരിയല്ലാത്ത സ്വഭാവം കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ പാർട്ടി പ്രത്യേകിച്ച് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഏതായാലും ഈ സംഭവത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല. മാത്രമല്ല, ഈ പറയുന്ന ആളുകൾ ചിലർ പാർട്ടിയോടുള്ളതിനേക്കാൾ ബന്ധം മറ്റു പാർട്ടികളോടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ഫോട്ടോ എന്ന് പറയുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെയോ വെച്ചിട്ട് കല്യാണ വീട്ടിലൊക്കെ പോയാൽ എല്ലാവരും കൂടി വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇതിലേതാണ് നല്ലയാൾ ചീത്തയാൾ നോക്കിയിട്ട് എനിക്ക് നിങ്ങൾ മാറിക്ക് ഇവരെടുക്കട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. വടകരയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി CPIM കോപ്പുകൂട്ടുന്നതായി സംശയിക്കുന്നതായി കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആരോപിച്ചു. കെ ശൈലജയുടെ പരാജയം ഉറപ്പായപ്പോഴാണ് ബോംബ് ഉണ്ടാക്കുന്നതിലേക്ക് തിരിഞ്ഞതെന്നും പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും കെ പ്രവീൺകുമാർ കൂട്ടിച്ചേർക്കുന്നു. പരാജയം ഉറപ്പാണ് LDFന് വടകരയിൽ. ആ പരാജയ ഭീതിയിൽ നിന്നുമാണ് അക്രമ രാഷ്ട്രീയത്തിലേക്ക് CPM ഇപ്പോൾ നീങ്ങുന്നത്. കെ ശൈലജയുടെ പരാജയം ഉറപ്പായപ്പോഴാണ് ബോംബ് നിർമ്മാണം നടത്തി അക്രമ ഭീതി ഉണ്ടാക്കി പോളിംഗ് സ്റ്റേഷനിൽ പിടിച്ച് എതിരാളികളെ ഭീഷണിപ്പെടുത്തി വിജയം നേടാനുള്ള വ്യാമോഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബോംബ് നിർമ്മാണം. ഇത് സംബന്ധിച്ച് DGPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഒബ്സർവർക്കും ഞങ്ങൾ പരാതി നൽകുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പം ഗുഡ് ഈവനിങ്ങിൽ ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിങ് അർജുൻ. ആ ബോംബ് അവിടെ കിടന്ന് വീണ്ടും പൊട്ടുകയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളോടെ. എങ്ങോട്ടേക്കാണ് അതിപ്പോൾ ചെന്ന് നിൽക്കുന്നത്? അതിന്റെ പുക ഇപ്പോൾ ഏത് ദിശയിലേക്കാണ്? സുജയ, അതായത് രാഷ്ട്രീയപരമായി ഇത് വീണ്ടും ചൂടുപിടിച്ച ചർച്ചയായി മാറുകയാണ്. കണ്ണൂരിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെയും വടകര മണ്ഡലത്തിലെയും എല്ലാം രാഷ്ട്രീയ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM നേതാക്കളാണ്, അല്ലെങ്കിൽ CPM നേതാക്കളുടെ സമ്മതത്തോടു കൂടിയും അറിവോടും കൂടിയാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം ഈ പാനൂർ മേഖലയിലെല്ലാം തന്നെ നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് ശക്തിപ്പെട്ടു വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ സംഭവ സ്ഥലത്താണുള്ളത്. ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡ്, അതുപോലെ തന്നെ ഫോറൻസിക്, ബോംബ് ഡിസ്പോസൽ സംഘങ്ങളുടെ എല്ലാം വിദഗ്ധ സംഘങ്ങളുടെ എല്ലാം പരിശോധന ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. വിശദമായ രീതിയിലൊരു അന്വേഷണമാണ് ഇവിടെ എന്തായാലും നടത്തുക എന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായും പറയേണ്ടുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ രാഷ്ട്രീയപരമായി വലിയ തോതിൽ ഈ കണ്ണൂരിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ബോംബ് രാഷ്ട്രീയമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ചർച്ചയായതാണ്. പക്ഷേ അതിപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിപ്പോഴും യാതൊരുവിധ മാറ്റവുമില്ലാതെ രഹസ്യമായും അതുപോലെ തന്നെ വളരെ സജീവമായും നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതും. CPM പ്രവർത്തകരാണ് എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. മറിച്ച് ഇവർ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പാർട്ടിയുമായി അകന്നുപോയവരാണ്. അതിന് പുറമെ CPIM പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയായവർ കൂടിയാണ് ഇപ്പോൾ ഈ പറയുന്ന സ്ഫോടനത്തിന് ഇരയായിട്ടുള്ളവർ എന്നുള്ള രീതിയിലുള്ള വാദങ്ങളും CPM ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ശൈലജയോടൊപ്പം ഈ പ്രതികൾ നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു. അതിന് പിന്നാലെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും നേതാക്കൾ എല്ലാവരും തന്നെ രംഗത്തെത്തുന്നു. രാഷ്ട്രീയപരമായി ചൂട് പിടിക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോഴും തുടരുന്നു. ബോംബ് നിർമ്മാണവും അത് കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യുകയും ഇത് അക്രമങ്ങൾക്കുള്ളൊരു കോപ്പുകൂട്ടലുകളായി ഇത് ഇത്രയും സംഗതികൾ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവിടെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. ഒരാളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഷെറിൻ എന്ന് പറയുന്ന യുവാവിൻ്റെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. വിനീഷ് ഇപ്പോഴും ഗുരുതരമായി തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. കണ്ണൂരിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാളെ കൂടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ 4 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. അതിൽ 3 പേരുടെയും 2 പേരുടെ നില രാവിലെ ഗുരുതരമായത്. അതിലൊരാളാണ് മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ പിന്നീട് കണ്ണൂരിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാളെ കൂടി കോഴിക്കോട്ടേക്ക് മാറ്റുന്നൊരു സാഹചര്യം. രാഷ്ട്രീയപരമായും ഇത് വലിയ തോതിൽ ചർച്ചയാവുകയാണ്. കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും KPCC അധ്യക്ഷനുമായ K സുധാകരനും സമാനമായ രീതിയിൽ തന്നെ നേരത്തെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റിൻ്റെ പ്രതികരണം കേട്ടതുപോലെ അതിന് സമാനമായ രീതിയിൽ തന്നെ ഇത് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം കൂടി കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷൻ K സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇപ്പോഴും ഇത്തരത്തിൽ ബോംബ് നിർമ്മാണവും അത് കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യുന്ന സംഘങ്ങളും കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും തുടരുന്നു. അക്രമ സംഭവങ്ങൾക്കുള്ള കോപ്പുകൂട്ടലുകളായി പലയിടത്തും ഇത്തരത്തിലുള്ള ചില ബോംബ് സംഘങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇതിനാണ് ഒരു അറുതി വരുത്തേണ്ടത്.
സുജയ. ഓക്കെ, കൊല്ലപ്പെട്ട ആൾക്കൊപ്പമുള്ള കെ ശൈലജയുടെ ഫോട്ടോ അതൊരു പുതിയ വിവാദത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരികൊളുത്തിയിരിക്കുകയാണ്. അതിൽ തുടർ പ്രതികരണങ്ങളും ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ വന്നേക്കാം. അർജുൻ കല്യാടാണ് സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത് വിവരങ്ങളുമായി.